കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വരുന്നത്. നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബീഫ് പെരട്ടാണ്. അപ്പോൾ നമ്മൾ ഒരു കിലോ, ഏകദേശം ഒരു 1/2 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. നമ്മൾ കുക്കറിലോട്ട് ഇടുന്നു. അപ്പോൾ നമ്മൾ നല്ല കഴുകി വൃത്തിയാക്കിയ ബീഫാണ്. എല്ലാം നമ്മളിതിനകത്തോട്ട്, കുക്കറിനകത്തോട്ട് എല്ലാം ഇട്ടു. നമുക്കിതിനകത്ത് ഇടേണ്ടത് ആവശ്യത്തിന് കുറച്ച് ഉപ്പ്, ആവശ്യത്തിനനുസരിച്ച് പിന്നീട് ചേർത്ത് കൊടുക്കാം. ഇതിനകത്തോട്ട് കൂടുതൽ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല, കാരണം നമ്മൾ കഴുകിയപ്പോൾ തന്നെ ബീഫിനകത്ത് വെള്ളം ഉണ്ടായിരുന്നു. നമ്മൾ കൂടുതൽ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല. നമ്മൾ കുക്കർ അടച്ച് വെച്ചിട്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് 3 വിസിൽ വരെ കുക്ക് ചെയ്യാൻ പോകുന്നു. ബീഫ് വേകാൻ വെച്ച സമയം കൊണ്ട് നമുക്ക് ഉള്ളി വഴറ്റാം. കുറച്ച് എണ്ണ ഒഴിക്കുക, ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക, കടുകിടാം. കടുക് പൊട്ടിയിട്ടുണ്ട്. വറ്റൽമുളക് ഒരു 3 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, അതിലോട്ട് ഇട്ടു. 3 തണ്ട് കറിവേപ്പില ഇട്ടു. ഇതിലേക്ക് സവാള, 3 മീഡിയം സവാള ചെറുതായിട്ട് അരിഞ്ഞ് നമ്മളിതിലോട്ട് ചേർക്കാൻ പോകുന്നു. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ്, നമ്മളിതിലോട്ട് ഉള്ളി വേവാൻ വേണ്ട ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അപ്പോൾ തീ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഇങ്ങനെ വഴറ്റി കൊടുക്കുക. നമ്മൾ സവാളയുടെ ഇങ്ങനെ വന്നിട്ടുണ്ട് നന്നായിട്ട്. പാചകത്തിന് നമ്മൾ ഒരാളും കൂടെ വന്നിട്ടുണ്ട് ഇവിടെ. നമ്മൾ നീരജ് വാവ പാചകം ചെയ്യാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. അതിന് പാചകം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അങ്ങനെ നമുക്കിതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ പേസ്റ്റിൻ്റെ പച്ച ചുവ മാറുന്നവരെ ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ തന്നെ അത്യാവശ്യം നല്ല ഒരു മണം വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ആ ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും ആ ഉള്ളിയുടെയൊക്കെ ഒരു മണം ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള നമ്മുടെ എരിക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി, അങ്ങനെ കുറച്ചേ ഉപയോഗിക്കുന്നുള്ളൂ. പിന്നെ പിള്ളേർക്കൊന്നും കൊടുക്കാൻ പറ്റില്ല, അങ്ങനെ കുറച്ചേ എടുക്കുന്നുള്ളൂ. 1 സ്പൂൺ മല്ലിപ്പൊടി മിക്സ് ചെയ്ത് കൊടുക്കാം. തുറന്നിട്ടുണ്ട്. ബീഫൊക്കെ ഏകദേശം വെന്തിട്ടുണ്ട്. നമ്മൾ ബീഫ് വേവിച്ച ബീഫിനെ നമ്മളിതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിതിനെ അടച്ച് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കാം. ചേർക്കാൻ പോകുന്ന ഗരം മസാലയാണ്. നമ്മൾ ഗരം മസാല ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ ഉണ്ടാക്കിയ ടേസ്റ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റെസിപ്പി ഇത് ഏകദേശം റെഡി ആയിരിക്കുകയാണ്. നമുക്കിനി അവസാനമായിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് രമ്പയില, ചെറുതായിട്ട് അരിഞ്ഞ രമ്പയില ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. രമ്പയിലയും കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടത് മിക്സ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫൈനൽ ലുക്കാണ്. നമ്മൾ ഏകദേശം ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ.